ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഒരു അടിപൊളി മുട്ട വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു മുട്ട വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളിനകത്ത് ഒരു 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയ്ക്കുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതായത് 1/2 ടീസ്പൂൺ എടുക്കണ്ട, എന്നാൽ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി അല്ലെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. ഇത് ഇത്രയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം കടുക് ചേർക്കാം കേട്ടോ. ഒപ്പം തന്നെ 2 വറ്റൽമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്രയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചത് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇത് ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ആഡ് ചെയ്യാം. എരിവൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇത് ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. വെളുത്തുള്ളി എടുത്തേക്കുന്നത് ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളിയും അതേ അളവിൽ തന്നെ വളരെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് എടുത്ത് ചതച്ചിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് വളരെ കുറച്ച് മതിയേ. ഇത്രയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് സവാളയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വലിയ സവാള ഒന്നല്ല കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ കുറേ സവാളയുള്ള പോലെ തോന്നും, പക്ഷേ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4 മുട്ടയ്ക്ക് 2 സവാള എന്നുള്ള കണക്കിലാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. പിന്നെ ഈ സവാള കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ഉള്ള പോലെ തോന്നും, പക്ഷേ ഇത് വഴണ്ട് വരുമ്പോൾ ഇതിൻ്റെ പകുതി പോലും കാണില്ല കേട്ടോ. വഴണ്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു കണക്ക് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി എഗ്ഗിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സവാളയിലേക്കുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഉപ്പ് കൂടി പോകണ്ട കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നന്നായിട്ട് വഴണ്ട് വരാമെന്ന് പറയുമ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി ആ ഒരു ഗോൾഡൻ കളറിൽ മൊരിഞ്ഞൊക്കെ വരണ ഒരു പരുവെത്തണം. സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണമെന്നില്ല, കരിയാത്ത രീതിയിൽ കൂടെ ഇളക്കി കൊടുക്കുക. കണ്ടോ, കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വഴണ്ട് വരും. നല്ല ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരും. അന്നേരത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും അതായത് ഫെനൽ പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി നമുക്കൊരു ചെറിയൊരു തക്കാളി മതി. വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫ് എടുത്താൽ മതി കേട്ടോ, പകുതി എടുത്താൽ മതി. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് വെന്തുടയുകയും ചെയ്യും. ഒരു 2-3 മിനിറ്റും കൂടി വഴറ്റുമ്പോഴത്തേക്ക് തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ തവി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതങ്ങനെ ഉടഞ്ഞു മാറണം നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു പരുവം വരുമ്പോഴത്തേക്ക്, അതായത് തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ എഗ് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ആ എഗ്ഗും പിന്നെ നമ്മൾ ആ ഒരു സവാളയുടെ മസാലയും എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് ചേരുന്ന രീതിയിൽ കൈവിടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം തീയിൽ വെക്കുക കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം തീയിൽ വെക്കുക. ഇങ്ങനെ വരട്ടി എടുക്കുക. നമ്മളിങ്ങനെ ചിക്കി എടുക്കും തോറും അതിങ്ങനെ ആ കട്ടിയിലിരിക്കുന്നതൊക്കെ അങ്ങ് ഉടഞ്ഞിട്ട് കുഞ്ഞു പീസസ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പരുവത്തിൽ എത്തുന്നവരെ നമുക്കിതിങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ നോക്കിയേ, എഗ്ഗ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഒരു പീസ് എടുത്തിട്ട് അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്, എനിക്ക് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എരിവ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്ന് തോന്നിയതുകൊണ്ട് ഒരു അല്പം കൂടി കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ പൊടി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. ഒപ്പം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണിന് താഴെ ഗരം മസാലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു മസാല നമ്മളിപ്പോൾ ആഡ് ചെയ്തത് ഒന്ന് എഗ്ഗിലോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈനെസ് അങ്ങ് മാറണം, കുറച്ചൊരു ഓയിലി ആയിട്ട് ഇരിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ കൂടിയിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലാണ് എല്ലാം നന്നായിട്ട് അങ്ങ് മിക്സ് ആവുള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. എഗ്ഗൊക്കെ നല്ല കുഞ്ഞു പീസസ് ആയിട്ട് വരും. എല്ലാ മസാലയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റിൽ വരും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് തിരുമ്മി ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട വരട്ടിയത് റെഡിയാണ് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു വട്ടം നിങ്ങളിങ്ങനെ എഗ്ഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒരു ടൈപ്പിൽ കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുമാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുവാണ് ചാനൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.